ശ്രീ വേണു, ഇതെങ്ങനെയാണ് പ്രതിരോധത്തിലാക്കുന്നത്? ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്ന സമയം മുതൽ കേരള സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കട്ടെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടുന്നത്. അത് ഒന്നുകിൽ കോടതി നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ കോടതി സർക്കാരിനോട് പറയുക നിങ്ങൾ ഇന്ന അന്വേഷണം നടത്തണം. ഇതാണല്ലോ മുമ്പിലുള്ള വഴി. അപ്പോൾ കോടതി തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി ആ അന്വേഷണത്തെ ഗവൺമെൻറ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അതിനെ എന്തിനാണ് നമ്മളിങ്ങനെ വളച്ചൊടിക്കുന്നത്? ഗവൺമെൻറ് വളരെ സുതാര്യമായി ഈ പ്രശ്നത്തെ കാണുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള മാൽപ്രാക്ടീസ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് അന്വേഷണവും, ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. CBI അന്വേഷണം എന്താ കോടതി അംഗീകരിക്കാതിരിക്കുന്നത്? ഞങ്ങൾ CBI അന്വേഷണത്തെ പോലും എതിർക്കുന്നില്ല. സാധാരണഗതിയിൽ CBI എന്നുള്ളത് പിന്നെ ഒരുപാട് വിമർശനത്തിന് വിധേയമായിട്ടുള്ള സംവിധാനം കൂടിയാണ്. കേരളത്തിൽ ഒരുപാട് അന്വേഷണം നടത്തി പരാജയപ്പെട്ടവരാണ് CBI, അല്ലെങ്കിൽ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തവരാണ്. ആയിക്കോട്ടെ, CBI എങ്കിൽ CBI അന്വേഷിക്കേണ്ട, ഇന്ന അന്വേഷണ ഏജൻസി മതി എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെ സ്വാഗതം ചെയ്താലും തടിതപ്പലാണെന്നൊക്കെ നിരീക്ഷിക്കണമെങ്കിൽ അപാരമായ ചർമ്മശക്തി ആവശ്യമുണ്ട് നമുക്കൊക്കെ. അത് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു പ്ലസ് പോയിന്റ്. പക്ഷേ ഇതിന്റെ മറുവശമുണ്ടല്ലോ ശ്രീ പി കെ, ഹൈക്കോടതിയിൽ ഇത് ആരന്വേഷിക്കണം? ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ എന്ന് കോടതി പറയുകയും ഉടനെ ദേവസ്വവും സർക്കാരും അതിനെ തലകുലുക്കി സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സമവായ ചർച്ചയല്ല അവിടെ നടന്നത്. മതിയായ വിവരങ്ങൾ ദേവസ്വം ബോർഡ് നൽകുന്നില്ല, സർക്കാർ നൽകുന്നില്ല, ഉത്തരങ്ങളില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ മുൻകൈയിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. വല്ലാത്തൊരു കഴിവ് പ്രകടനമാണ് എന്ന വിമർശനം ഉയരുന്നത്. അല്ല, അതല്ലോ വേണ്ടത്ര വിവരങ്ങൾ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ കയ്യിലില്ലല്ലോ. 2019 അല്ലെങ്കിൽ 2025 അല്ലെങ്കിൽ 1998 സർക്കാരിന്റെ കൈവശം ഇല്ലാത്തത് എങ്ങനെ? ഇൻസിഡന്റ് ഉണ്ട് അവിടെ. സർക്കാരിന്റെ കൈവശം ഇല്ലാത്തത് എങ്ങനെ ശ്രീ ഗോപൻ? എല്ലാ 3 മാസം കൂടുമ്പോഴും വിശദാംശങ്ങൾ സർക്കാരിന് അറിയിക്കേണ്ടതുണ്ട് എന്നതാണ് അവിടുത്തെ വ്യവസ്ഥ. ഹൈക്കോടതി ചോദിക്കുമ്പോൾ കിട്ടുന്നു, അതല്ല ചോദിക്കാതെ തന്നെ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നിജസ്ഥിതി. അങ്ങനെയല്ല, അവിടെ നടന്നിട്ടുള്ള മാൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സർക്കാരിന് അറിയില്ല. രേഖകളല്ലേ സർക്കാരിന് കൊടുക്കാൻ പറ്റൂ. ദേവസ്വം ബോർഡിനായാലും അവരുടെ കയ്യിലുള്ള 2007 കേരള ഗസറ്റ് ഏപ്രിൽ 12-ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ദേവസ്വം നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 12-ാം വകുപ്പിൽ 3A വകുപ്പായി ചേർത്തിരിക്കുന്നിടത്ത് പറയുന്നത് ദ ദേവസ്വം കമ്മീഷണർ ഷാൽ സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദി ഗവൺമെന്റ് വൺസ് ഇൻ 3 months എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അല്ലല്ലോ കൊടുക്കുന്നത്. അല്ല, അത് തന്നെ 3 മാസത്തിലൊരിക്കൽ കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന് പ്രകാരമുള്ള സാധനങ്ങളല്ല അവിടെ വ്യത്യാസം വന്നു എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഈ രജിസ്റ്റർ വെച്ചിട്ട് കോടതിയിലങ്ങ് ഹാജരാക്കിയാൽ പോരായോ? അപ്പോൾ അവിടെ സംഭവിച്ചതെന്താ? അവിടെ 98 മുതലുള്ള സ്വർണം പൂശലും സ്വർണ്ണപ്പാളിയുടെ പ്രശ്നങ്ങളും 2019 കൊടുത്തു വിട്ടതും 25-ലെ വിഷയം ഉയർന്നു വന്നപ്പോഴാണ്. മാത്രമല്ല, ഈ അതൊന്നും ഉയർന്നു വന്നത് യാദൃച്ഛികമായിട്ടല്ല, സർക്കാരിന്റെ മുൻകൈയിലുമല്ല, കോടതിയുടെ പരിശോധനയിലാണ് ആ കാര്യങ്ങളെല്ലാം വരുന്നത്. ഒറ്റ കാര്യം ശ്രീ പി കെ ഗോപൻ, ഇപ്പോ 2019 കൊടുത്തു വിടുമ്പോ അത് ചെമ്പ് പാളികളല്ല എന്ന് ഇന്നിപ്പോ ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് പുറത്തു വരുന്ന വിവരമാണ്. അങ്ങനെയെങ്കിൽ ആ കാലം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ കാലമാണ്, കടകംപള്ളിയുടെ കാലമാണ്. അപ്പോ ഒരു സെക്കൻഡ് ഒന്ന് പൂർത്തിയാക്കി. കടകംപള്ളിയുടെയും പത്മകുമാറിന്റെയും കാലമാണത്, അല്ലേ? അപ്പൊ കൊടുത്തുവിട്ടത് ചെമ്പുപാളിയല്ല. അവിടെ സ്വർണ്ണ മോഷണം നടന്നിരിക്കുന്നു എന്ന് ദേവസ്വത്തിന്റെ വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുവെങ്കിൽ അത് പ്രതിരോധത്തിലാക്കുന്നതാരെ? UDF-നെയും കോൺഗ്രസിനെയും അല്ലല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളെല്ലാവരും പറഞ്ഞത് കൊണ്ടുപോയത് ചെമ്പുപാളിയാണ്, അല്ലെങ്കിൽ അവിടെ ഹാജരാക്കിയത് ചെമ്പുപാളിയാണ് എന്നായിരുന്നല്ലോ വിമർശനം മുഴുവൻ. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ടുപോയതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്നാണല്ലോ. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ടുപോയതിനകത്ത് സ്വർണ്ണമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിന് മറുപടി ദയവായി.
അവിടെ സ്വർണ്ണ മോഷണം നടന്നിരിക്കുന്നു, സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നു എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദി ഉണ്ടാകണമല്ലോ. അതാരാണ്? എന്ത് ചോദ്യമാണ് ശ്രീ വേണു ചോദിക്കുന്നത്? അത് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കും. അല്ല, പക്ഷേ ഇതിൽ എന്തിനാണ് പിന്നെ അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഇതിലുള്ള പങ്ക് പരിശോധിക്കണമെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങളൊരു ന്യായവാദം അങ്ങ് പറയും, കുറ്റം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം വരട്ടെ എന്ന്. കുറ്റം ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ്. അതുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന വകുപ്പുകൾ, ഇങ്ങനെയൊക്കെ വരുന്ന ഘടകങ്ങളുമുണ്ട്. അവിടേക്കൊക്കെ അതിന്റെ ഉത്തരവാദിത്തമുണ്ട്.